നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഭരണഘടനാ അവകാശങ്ങൾക്കു നേരെയുള്ള വെല്ലുവിളികൾ അംഗീകരിക്കാനാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മതേതര സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ തകർക്കാനുള്ള നീക്കത്തിനെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 77ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാഷ്ട്രം. നാടെങ്ങും വിപുലമായ പരിപാടികൾ. ഷൊർണൂർ കുളപ്പുള്ളിയിലെ ഗാന്ധി സ്ക്വയർ നാടിനെ സമർപ്പിച്ചു. പത്തിരിപ്പാല ടൗണിൽ സിഗ്നൽ ലൈറ്റുകൾ മിഴി തുറന്നു. യാഥാർത്ഥ്യമായത് യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം. പുതിയ സിഗ്നൽ സംവിധാനം 3 റോഡുകളുടെ സംഗമസ്ഥാനമായ ടൗണിലെ രൂക്ഷമായ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. തൈപ്പൂയ ആഘോഷത്തിനൊരുങ്ങി ഷൊർണൂർ പരുത്തിപ്പുറ ഗ്രാമം. സുബ്രഹ്മണ്യ സേവാ സംഘം ഒരുക്കിയ പ്രസാദഊട്ടിൽ പങ്കെടുത്തത് 100 കണക്കിന് ഭക്തർ. തൈപ്പൂയം ഫെബ്രുവരി 1 ആഘോഷിക്കും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ അംഗീകരിക്കാനാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിൽ രാഷ്ട്രീയം കാണാതിരിക്കാനാകില്ലെന്ന് മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടി. ഗാന്ധിയുടെ നാമം വെട്ടിമാറ്റുന്ന ഒരു പദ്ധതിയും അംഗീകരിക്കാനാകില്ല. ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും മന്ത്രി പറഞ്ഞു. മതത്തിനും ജാതിക്കും വർഗീയ നിലപാടുകൾക്കും അതീതമായ മതനിരപേക്ഷ മനസ്സാണ് ഇന്ത്യയുടെ സൗന്ദര്യം. എന്നാൽ ആ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ശ്രമങ്ങൾ അടിക്കടി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നു. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലുമെല്ലാം മതപരവും ജാതീയവുമായ വിഷം കലർത്താൻ, മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന ഭിന്നിപ്പിന്റെ രാഷ്ട്രീയ വൈകൃതത്തെ മതനിരപേക്ഷ മനസ്സുകളുടെ ഒന്നിപ്പിന്റെ ശക്തി കൊണ്ട് നമുക്ക് ചെറുക്കാൻ കഴിയണം. കേരളീയർ എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, കഴിഞ്ഞ ഒരു ദശകത്തിനിടെ കേരളത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് ഒരു വർഗീയ ലഹള പോലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ നാം അനുവദിച്ചിട്ടുമില്ല. അതാണ് നമ്മുടെ മതനിരപേക്ഷ നിലപാട്. പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, ഫയർഫോഴ്സ് സേനാ വിഭാഗങ്ങളും NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് വിഭാഗങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സമൂഹം ജാഗ്രത കാണിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടാൻ ഓരോ വ്യക്തിയും തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ നീക്കം ചെയ്യണമെന്ന വാദങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഇളക്കുന്നതാണ്. ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുകയെന്ന ഭരണഘടനയുടെ ലക്ഷ്യം സാധ്യമാക്കാൻ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം, മതേതരത്വം എന്ന വാക്കുകൾ നീക്കം ചെയ്യണമെന്ന വാദങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്ന് പോലും ഉയരുന്നത് ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഇളക്കുന്നവയാണ്. ഇത്തരം നീക്കങ്ങൾക്കെതിരായി അത്യന്തം ജാഗ്രത പുലർത്തേണ്ട ഘട്ടമാണിത്. ഡോക്ടർ രാം മനോഹർ ലോഹ്യ വിഭാവനം ചെയ്ത സപ്തക്രാന്തി അഥവാ 7 വിപ്ലവങ്ങൾ ഇന്നും പ്രസക്തമാണ്. ജാതി മത വിവേചനങ്ങൾക്കെതിരായും സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരായും അദ്ദേഹം ഉയർത്തിയ പ്രഭാഷണത്തിന് ശേഷം മന്ത്രി പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിച്ചു. IPS ഉദ്യോഗസ്ഥ ആശാ ശർമ്മ പരേഡ് നയിച്ചു. റിസർവ് പോലീസ് സബ് ഇൻസ്പെക്ടർ K. ജയൻ സെക്കൻഡ് ഇൻ കമാൻഡറായി. KAP 2ാം ബറ്റാലിയൻ, പ്രാദേശിക പോലീസ്, എക്സൈസ്, വനിതാ പോലീസ്, വനം വകുപ്പ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ്, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളിലായി 24 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ പി നിർമ്മല ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിൽ രാവിലെ 9 മണിയോടുകൂടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ആയിരത്തി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യക്ക് തനതായ ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. 1950 ജനുവരി 26-നാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതപ്പെട്ടത്. എഴുതപ്പെട്ട ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലുതും ബൃഹത്തുമാണ് നമ്മുടെ ഭരണഘടന. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്ത്യ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര റിപ്പബ്ലിക്കാണ്. നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് പറയുന്നത് റൈറ്റ്സിനെ കുറിച്ച് മാത്രമാണ് എപ്പോഴും നമുക്ക് അവകാശമുള്ളൂ. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ, HI വിനോദ്, മറ്റു ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, വിവിധ മേഖലകളിലെ തൊഴിലാളികൾ, വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പുള്ളിയിൽ നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഗാന്ധി സ്ക്വയർ നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി കുളപ്പുള്ളിയിൽ നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ ഷൊർണൂർ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മല പ്രതിമ അനാച്ഛാദനം ചെയ്തു. അടിമത്തത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അർത്ഥവർഗക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ശേഷം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഗാന്ധിജി എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു മനോഭാവമാണ്. സത്യത്തിനു വേണ്ടിയും സാഹോദര്യത്തിനു വേണ്ടിയും അഹിംസയിലൂടെ പ്രവർത്തിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹിംസ എന്നതിലൂടെ പ്രവർത്തിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗാന്ധിജി മുന്നേറിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ അരാജകത്വം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ മറ്റുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഷൊർണൂർ നഗരസഭയ്ക്ക് വേണ്ടി നെഹ്റു കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസാണ് ഗാന്ധി പ്രതിമ നിർമ്മിച്ചു നൽകിയത്. ചേരാസ് രവിദാസാണ് പ്രതിമയുടെ ശില്പി. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. നഗരസഭാ കൗൺസിലർമാരായ സിനി മനോജ്, ഗീത, സതീഷ്, മുൻ വൈസ് ചെയർമാൻ R സുനു, കൃഷ്ണദാസ്, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സന്ദേശമായി ഷൊർണൂർ മുഴുവൻ പടരട്ടെയെന്ന് ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ച അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന പ്രത്യേകിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നിർമ്മല മാഡത്തിന് അതിനായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കൗൺസിലേഴ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ മറ്റു ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ പൗരപ്രമുഖർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രദേശത്തെ എല്ലാ സ്നേഹം നിറഞ്ഞ ആളുകൾക്കും ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതൊരു സന്ദേശമായി ഷൊർണൂർ മുഴുവൻ പടരട്ടെ. അനാച്ഛാദന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റിപ്പബ്ലിക് ദിനത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരുക്കിയത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ. ഷൊർണൂരിൽ റെയിൽവേ പോലീസും RPFും അതിജാഗ്രതയിലായിരുന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്നലെ മുതൽക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ പോലീസും RPFും അതീവ ജാഗ്രതയിലായിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും സേന ജാഗ്രത പുലർത്തി. പരിശോധനകൾ ശക്തമാക്കി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സ്റ്റേഷൻ പരിസരം, ഭാരതപ്പുഴ ബ്രിഡ്ജ്, റെയിൽവേ യാർഡ്, മറ്റനുബന്ധ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും പ്രത്യേക പരിശോധനകൾ നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ ദീപാലങ്കൃതമാക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തെരുവുനായ ശല്യത്തിൽ വലഞ്ഞ കോട്ടായി പുളിനെല്ലി പ്രദേശം. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. കടിയേറ്റ കുഞ്ഞ് ചികിത്സയിലാണ്. പുളിയങ്കോട് ഭാഗത്ത് മറ്റു 4 പേർക്കും തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. പത്രിപ്പാല ടൗണിൽ ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ സിഗ്നൽ സംവിധാനം ഒരുങ്ങി. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA
ഉദ്ഘാടനം നിർവഹിച്ചു. യാത്രക്കാരുടെ ചിരകാല ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. ഇവിടുത്തെ നിവാസികളുടെ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് പത്തിരിപ്പാല ജംഗ്ഷനിൽ ഒരു ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഉണ്ടാവണം എന്ന്. അതിന് കാരണം നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനമായിട്ട് നിരവധി സ്ഥാപനങ്ങളും കച്ചവട സംവിധാനങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സെന്റർ കൂടിയാണ്, ജംഗ്ഷൻ കൂടിയാണ്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ഇവിടെ പ്രവർത്തിക്കുക. കൊങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ പ്രദേശത്താണ് പ്രവർത്തിക്കുന്നത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ്.ജെ. നജീബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.സി. വിശ്വം, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ മണികണ്ഠൻ, ജയന്തി ടീച്ചർ, കൃപേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളായ സൈനുദ്ദീൻ പത്തിരിപ്പാല, എ ഷിഹാബ്, മനുഷ്യാവകാശ പ്രവർത്തകൻ ജാഫർ അലി പത്തിരിപ്പാല, ഗിരീഷ് പാലാരി, വിജയൻ, സുനീർ പത്തിരിപ്പാല, ദാസൻ, സുരേന്ദ്രൻ, നസീമ റിയാസ്, മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് എക്സ് സർവീസിലേക്ക് ചെറുതുരുത്തി വള്ളത്തോൾ നഗർ യൂണിറ്റ് വിമുക്ത ഭവൻ വാർഷികവും കുടുംബസംഗമവും പൈങ്കുളം റോഡ് മേച്ചേരിക്കുന്ന് സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ പാലത്തിന് സമീപമുള്ള യുദ്ധസ്മാരകത്തിലും സ്മൃതി മണ്ഡപത്തിലും മുതിർന്ന അംഗം കെ.പി. ബാലകൃഷ്ണൻ നായർ ദേശീയ പതാക ഉയർത്തി. സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. സർവീസിലിരിക്കുന്ന സമയത്തും രാഷ്ട്രത്തിന് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ചവരും സർവീസിന് ശേഷവും റിട്ടയർമെൻറ്റ് വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടേണ്ട ഈ സമയത്തും വളരെ സജീവമായി ഇതുപോലുള്ള കൂട്ടായ്മകളും പൊതുപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന യൂണിയൻ്റെ ഈ അംഗങ്ങളോടും ഭാരവാഹികളോടുമുള്ള എൻ്റെ സന്തോഷം അല്ലെങ്കിൽ ആശംസ ഞാനിവിടെ അറിയിക്കട്ടെ. ജീവിതത്തിൻ്റെ വളരെ നല്ലൊരു പങ്കും അതിർത്തികളിലും വളരെ കഠിനമായ സാഹചര്യങ്ങളിലും രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത സേവനങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ പ്രത്യേക ദിനത്തിൽ 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾ ത്യജിച്ച അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ പലതുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എന്ന് ഓർത്തുകൊണ്ട് അതിനുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. KCSL വള്ളത്തോൾ നഗർ യൂണിറ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മുണ്ടനാട് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ JM മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുതിർന്ന അംഗങ്ങളെയും വിവിധ അംഗീകാരങ്ങൾ ലഭിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം പോളിക്ലിനിക്കിലെ ഉദ്യോഗസ്ഥൻ VG കൃഷ്ണകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മുൻ സംസ്ഥാന പ്രസിഡന്റ് KR ഗോപിനാഥൻ നായർ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് K അശോക് കുമാർ, പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ, പഴയന്നൂർ ബ്ലോക്ക് സെക്രട്ടറി KT രാജശേഖരൻ, ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ VR അനൂപ്, അബ്ദുൾ മജീദ്, മുഹമ്മദ് കൊണ്ടാഴി, ചന്ദ്രശേഖരൻ ചേലക്കര, ഡോക്ടർ മനോജ് തോട്ടത്തിൽ, P മോഹനൻ, KP ബാലകൃഷ്ണൻ, രുക്മിണി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളുമുണ്ടായി. വള്ളത്തോൾ നഗർ യൂണിറ്റ് സെക്രട്ടറി രവികുമാർ മേലേതിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. KSSPU ലക്കിടി പേരൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കുഞ്ചൻ സ്മാരക വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. യൂണിയൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് K സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി G ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. മോഹനകൃഷ്ണൻ അനുശോചന പ്രമേയവും M സേതുമാധവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. N നാരായണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. KK ഗൗരി ടീച്ചർ, മേരിക്കുട്ടി സെബാസ്റ്റ്യൻ, N മോഹനൻ, ജെറോം, സേതു മാസ്റ്റർ, AK രാമൻ, MN നാരായണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ചർച്ച, സംഘടനാ തെരഞ്ഞെടുപ്പ്, മറുപടി എന്നിവയുമുണ്ടായി. TP ജെറോം സ്വാഗതവും AK രാമൻ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുത്തിപ്പറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് ഒരുങ്ങി പരുത്തിപ്പറ ഗ്രാമം. തൈപ്പൂയത്തിന്റെ ഭാഗമായി സുബ്രഹ്മണ്യ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രസാദോട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഫെബ്രുവരി 1 പരുത്തിപ്പറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം നടക്കും.
തൈപ്പൂയ ആഘോഷത്തിനായി പരുത്തിപ്പുറ ഗ്രാമം ഒരുങ്ങി. തൈപ്പൂയത്തിന് മുന്നോടിയായി സുബ്രഹ്മണ്യ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ പ്രസാദൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. തൈപ്പൂയ ആഘോഷ ദിനത്തിൽ രാവിലെ 5-ന് നട തുറക്കൽ, 5:30-ന് കലശപൂജ എന്നിവയും ഉണ്ടായിരിക്കും. വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെ പരുത്തിപ്പുറ തൈപ്പൂയാഘോഷ കമ്മിറ്റിയുടെ ഘോഷയാത്ര എഴുന്നള്ളിപ്പും, 7 മണി മുതൽ 8:15 വരെ പരുത്തിപ്പുറ വടക്കുഭാഗം കമ്മിറ്റിയുടെ ഘോഷയാത്ര എഴുന്നള്ളിപ്പും, 8:15 മുതൽ 9:15 വരെ സുബ്രഹ്മണ്യ സേവാ സംഘത്തിൻ്റെ ഘോഷയാത്ര എഴുന്നള്ളിപ്പും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷ പരിപാടികൾ തുടരുന്നു. തിങ്കളാഴ്ച സംഗീതോത്സവം, പഞ്ചരത്ന കീർത്തനാലാപനം, അഖില കേരള ചിത്രരചനാ മത്സരം എന്നിവ നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ സംഗീതോത്സവം, പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവ നടന്നു. പാരമേശ്വരമണി ഗൃഹദ്വാരസീമണി സദാ വിളങ്ങിനാൻ സദാ. തിണ്ണം ചെന്നിട്ടു തീയിൽ തെളിവിനോട് തിളയ്ക്കുന്ന പാലൊട്ടു പൊന്നിൻ കിണ്ണം കൊണ്ടമ്മ കാണാതടവിലുടനുടൻ മുക്കിൽ പതുങ്ങി. കർണം പാർത്തങ്ങു നിന്നിട്ടതു ചുടീണ കൊണ്ടൂതിയൂതി കുടിക്കും കണ്ണൻ കല്യാണപൂർണൻ കളകമലദള കണ്ണനൻ കണ്ണിലാമോ. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി അഖില കേരള ചിത്രരചന മത്സരവും സംഘടിപ്പിച്ചു. വൈകിട്ട് സംഗീത കച്ചേരിയുമുണ്ടായി. ഈ മാസം 31-ന് ഉത്സവം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഞാറക്കോട് വായനശാല സാംസ്കാരിക വേദി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി അക്ഷര കരോൾ സംഘടിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പരിപാടിയായ അക്ഷര കരോളിൻ്റെ ഭാഗമായി ഭരണഘടനാ സംരക്ഷണ മുദ്രാവാക്യങ്ങളും അക്ഷര കരോൾ ഗാനങ്ങൾ ആലപിച്ചായിരുന്നു കരോൾ സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് NC രാജേഷ് കുമാർ പതാക ഉയർത്തി. വാർഡ് മെമ്പർ കൃപേഷ് കുമാർ കരോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം NS ബ്രിജേഷ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. അക്ഷര കരോളിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ മധുര വിതരണവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണഘടനാ അവകാശങ്ങൾക്കു നേരെയുള്ള വെല്ലുവിളികൾ അംഗീകരിക്കാനാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മതേതര സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ തകർക്കാനുള്ള നീക്കത്തിനെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 77ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാഷ്ട്രം. നാടെങ്ങും വിപുലമായ പരിപാടികൾ. ഷൊർണൂർ കുളപ്പുള്ളിയിലെ ഗാന്ധി സ്ക്വയർ നാടിനെ സമർപ്പിച്ചു. പത്തിരിപ്പാല ടൗണിൽ സിഗ്നൽ ലൈറ്റുകൾ മിഴി തുറന്നു. യാഥാർത്ഥ്യമായത് യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം. പുതിയ സിഗ്നൽ സംവിധാനം 3 റോഡുകളുടെ സംഗമസ്ഥാനമായ ടൗണിലെ രൂക്ഷമായ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. തൈപ്പൂയാഘോഷത്തിനൊരുങ്ങി ഷൊർണൂർ പരുത്തിപ്പുറ ഗ്രാമം. സുബ്രഹ്മണ്യ സേവാ സംഘം ഒരുക്കിയ പ്രസാദൂട്ടിൽ പങ്കെടുത്തത് 100 കണക്കിന് ഭക്തർ. തൈപ്പൂയം ഫെബ്രുവരി 1-ന് ആഘോഷിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ രാത്രി 9-ന്. നന്ദി, നമസ്കാരം.